ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിനോടനുബന്ധിച്ച് 25-ാം ദിവസം പകുതി നോമ്പിൽ ധ്യാനത്തിനായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു സെന്റ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സസ് 32 to 34. അവർ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. യേശു അവർക്ക് മുമ്പായി നടന്നു. അവർ വിസ്മയിച്ചു, അനുഗമിക്കുന്നവരോ ഭയപ്പെട്ടു. അവൻ പിന്നെയും 12 കൂട്ടിക്കൊണ്ടവരോട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ മനുഷ്യപുത്രൻ മഹാപുരോഹിതന്മാരുടെയും ശാസ്ത്രിമാരുടെയും കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിച്ച് ജാതികൾക്ക് ഏൽപ്പിക്കും. അവർ അവനെ പരിഹസിക്കുകയും തുപ്പുകയും തല്ലുകയും കൊല്ലുകയും 3-ാം നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്നിങ്ങനെ തനിക്ക് സംഭവിക്കുവാനുള്ളത് പറഞ്ഞു തുടങ്ങി. ടുഡേയ്സ് തീം ഈസ് ദ റെഡ്നെസ് ടു ഫേസ് ദ ക്രോസ്. യേശു യെരുശലേമിലേക്കുള്ള തന്റെ അവസാന യാത്രയിലാണ്. ശിഷ്യന്മാർ യേശുവിനെ അനുധാവനം ചെയ്യുന്നു. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട് 2 ചിന്തകൾ പങ്കുവെക്കുന്നു. ഒന്നാമതായി, യേശു കുരിശിനെ അഭിമുഖീകരിക്കുന്നു ശിഷ്യന്മാർക്ക് മുമ്പിൽ നടന്നുകൊണ്ട്. ജീസസ് ഫേസിംഗ് ദ ക്രോസ് ബൈ വാക്കിംഗ് എഹെഡ് ഓഫ് ഹിസ് ഡിസൈപ്പിൾസ്. വാക്യം 32-33. യേശുവിന് അറിയാമായിരുന്നു എന്താണ് മുമ്പിൽ തന്നെ കാത്തിരിക്കുന്നതെന്ന്. എന്നിട്ടും അവൻ പിന്നോട്ട് മാറിയില്ല. കാരണം അവൻ തിരഞ്ഞെടുത്ത വഴിയെക്കുറിച്ച് നന്നായി അറിയാമായിരുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഇതൊരു അപകട വഴിയായി തോന്നാമായിരുന്നുവെങ്കിലും ശിഷ്യന്മാർക്ക് പോലും യേശുവിന് ഇത് അപകട വഴിയല്ല, നിയോഗ വഴിയാണ്. നിയോഗ വഴികൾ പൂർത്തീകരിക്കുന്നത് സഹനങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും ആണെന്ന് യേശു പഠിപ്പിച്ചു. ഇവിടെയാണ് NN കക്കാടിന്റെ സഫലമീ യാത്ര എന്ന കവിത സംഗതമാകുന്നത്. രണ്ടാമതായി, യേശു കുരിശിനെ അഭിമുഖീകരിക്കുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ പ്രത്യാശയിലൂടെ. ജീസസ് ഫേസിംഗ് ദ ക്രോസ് ബൈ ഗിവിംഗ് ദ ഹോപ്പ് ഓഫ് റിസറക്ഷൻ. വാക്യം 34. സഹനത്തിലൂടെ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് യേശു ഇവിടെ വെളിപ്പെടുത്തുന്നു. തനിക്ക് സംഭവിക്കുവാനുള്ളത് പറയുമ്പോൾ ആ സംഭവത്തിലൂടെ പ്രത്യാശയുടെ പൊൻകിരണത്തെ യേശു പ്രതിപാദിക്കുകയാണ് ചെയ്യുന്നത്. ശാരീരികമായും മാനസികമായും താൻ ഏൽക്കുവാൻ പോകുന്ന എല്ലാ വ്യതകളും 33-34 വാക്യങ്ങളിൽ വ്യക്തമാക്കുന്നു. മാത്രമല്ല, ഈ വ്യതകളുടെ അവസാനം ഒരിക്കലും പൂർണ്ണമായ അന്ത്യമല്ല എന്നും ശേഷം പ്രത്യാശയുടെ പുലരികൾ കൂട്ടിച്ചേർക്കപ്പെടുമെന്നും ഉദ്ബോധിപ്പിക്കുന്നു. ഇവിടെയാണ് മധുസൂദൻ നായരുടെ ഒരു കിളിയും 5 വേടന്മാരും എന്ന കവിത സ്വാർത്ഥകമാകുന്നത്. പ്രിയമുള്ളവരെ, കുരിശും സഹനവും അനുദിന ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി തീരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കുവാൻ യേശുവിനെ പോലെ നമുക്കും സാധിക്കണം. ഈ സഹനം താൽക്കാലികമാണ്, സ്ഥിരമല്ല, ഗ്രസ്വമാണ്, ദീർഘമല്ല. അതുകൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കുവാൻ സാധിക്കുന്ന എല്ലാ ജീവിത അനുഭവങ്ങൾക്കും പ്രത്യാശയുടെ തുറന്നിട്ട ജാലകമുണ്ടെന്ന് നമ്മെ പഠിപ്പിക്കുന്നു. അല്ല എങ്കിൽ ജീവിതം തന്നെ നിരർത്ഥകമായി തീർന്നേനെ. ജീവിതത്തിൽ ശൂന്യതകൾ അലട്ടുമ്പോൾ കുരിശിനെ അഭിമുഖീകരിച്ച ക്രിസ്തുവും നമ്മോട് പറയുന്നു, വരിക, എന്നെ അനുഗമിക്കാം, കം ആൻഡ് ഫോളോ മീ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.